ഹായ് ഓൾ. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ബോഡി വെയ്റ്റ്സ് വർക്കൗട്ടുകൾ നോക്കിയാലോ. മെഷീൻസ് ഒന്നുമില്ലാതെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്ന കുറച്ച് വർക്കൗട്ടുകളാണ് കേട്ടോ. അപ്പം അതിന് മുൻപ് നിങ്ങൾ കറക്റ്റായിട്ട് വാമ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. അതിനുശേഷം വർക്കൗട്ടിലോട്ട് പോവുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വർക്കൗട്ടുകൾ എന്ന് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് സ്ക്വാട്ട് വിത്ത് കാഫ് റൈസസ് ആണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ കറക്റ്റ് സ്ക്വാട്ടിൻ്റെ ഫോമിൽ നിന്നതിന് ശേഷം കാഫ് റൈസ് ചെയ്യുക. ഇതേപോലെ ഇതൊരു കോമ്പൗണ്ട് വർക്കൗട്ടാണ്. മൾട്ടിപ്പിൾ ഗ്രൂപ്പ് ഓഫ് മസിൽസിനെയാണ് ഇത് ടാർഗറ്റ് ചെയ്യുന്നത്. അതായത് സ്ക്വാട്ട് എന്ന് പറയുമ്പം തൈ അറൗണ്ട് മസിൽസും കാഫ് റൈസ് കാഫ് മസിൽസും ആണല്ലോ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചെയ്യുന്നത് കൊണ്ടാണ് ഇതൊരു കോമ്പൗണ്ട് വർക്കൗട്ടാണെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വരുന്നത് സ്ക്വാട്ട് ടു ഡെഡ് ലിഫ്റ്റ് ആണ്. ഇതും ഒരു കോമ്പൗണ്ട് വർക്കൗട്ടാണ്. അതായത് നമ്മൾ 2 എക്സസൈസാണ് അറ്റ് എ ടൈം ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതൊരു കോമ്പൗണ്ട് വർക്കൗട്ട് എന്ന് പറയുന്നത്. കൂടാതെ മൾട്ടിപ്പിൾ ഗ്രൂപ്പ് ഓഫ് മസിൽസിനെയും ഇത് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വർക്കൗട്ടിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഓവറോൾ ബോഡി സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ പോസ്ചർ കറക്ഷൻ ചെയ്യാനും അത്ലറ്റിക് പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാനും ഈ ഒരു വർക്കൗട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇത് നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ലഞ്ചസിൻ്റെ വേരിയേഷൻസ് ആണ്. ചെയ്യുന്നത് ക്രോസ് ബാക്ക് ലഞ്ചാണ് ഫസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഹാൻഡ് പൊസിഷൻ നിങ്ങൾ പിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷൻ ഇതാണ്. അപ്പോൾ ഞാൻ ഇതേപോലെ ഹോൾഡ് ചെയ്തിട്ട് ക്രോസ് ബാക്ക് ലഞ്ച് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പൊസിഷൻ നിങ്ങൾ പിക്ക് ചെയ്യാം കേട്ടോ, ഹാൻഡ് പൊസിഷൻ. അതിനുശേഷം ഇതേപോലെ ക്രോസ് ആയിട്ട് ബാക്കിലോട്ട് ലഞ്ച് ടൈം എടുത്ത് ചെയ്താൽ മതി. പതിയെ ചെയ്യുക കേട്ടോ. അതിലൂടെ നിങ്ങളുടെ ബാലൻസ് ഇമ്പ്രൂവ് ചെയ്യുന്നു. അതുപോലെ ലെഗിൻ്റെ സ്ട്രെങ്ത്ത് ഡെവലപ്പ് ആവുന്നു. ഹിപ്പിൻ്റെ മൊബിലിറ്റി ബെറ്റർ ആവുന്നു. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ലാറ്ററൽ ലഞ്ചാണ്. ഇതും ലഞ്ചസിൻ്റെ വേറൊരു വേരിയേഷനാണ്. ഇതിനും നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഹാൻഡ് പൊസിഷൻ ചൂസ് ചെയ്യുക. എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷൻ ഇതായതുകൊണ്ട് ഞാൻ ഇത് പിക്ക് ചെയ്തു. അതിനുശേഷം ഇതേപോലെ സൈഡിലോട്ട് ലഞ്ച് ചെയ്യുക. ഇതും നേരത്തെ ലഞ്ചസും ഏകദേശം ഒരേ ബെനിഫിറ്റ്സ് തന്നെയാണ് വരുന്നത്. ഹിപ്പിൻ്റെ മൊബിലിറ്റി ഇമ്പ്രൂവ് ആവുന്നു, ലെഗിൻ്റെ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ആവുന്നു, ബാലൻസ് ആൻഡ് സ്റ്റെബിലിറ്റി ഇമ്പ്രൂവ് ആവുന്നു. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വർക്കൗട്ടുകൾ കേട്ടോ. സീ യു നെക്സ്റ്റ്.